You are welcome to Word of God Meditation Program, episode number 2. Meditation word is 1 Peter chapter 1, verse 1 to 12. ഇന്നത്തെ ധ്യാന ചിന്തകൾ 1 പത്രോസ് 1-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുമാണ്. The topic I am going to talk to you is the Trinity. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം ത്രിത്വം എന്നുള്ളതായ വിഷയമാണ്. The fact that God has revealed himself to a man shows that he wants us to have a clear and understanding of him as possible. ദൈവം മനുഷ്യന് അവനെ തന്നെ വെളിപ്പെടുത്തിയ വസ്തുത കാണിക്കുന്നത് ദൈവത്തെക്കുറിച്ച് സാധ്യമാകുന്നത്ര വ്യക്തമായ അറിവ് നമുക്കുണ്ടായിരിക്കണമെന്ന അവന്റെ ആഗ്രഹമാണ്. Yet we always need to remember that we are creatures standing before our Creator. എന്നാൽ നാം നമ്മുടെ സൃഷ്ടാവിന്റെ മുമ്പിൽ നിൽക്കുന്ന സൃഷ്ടികളാണെന്നുള്ള കാര്യം നാം എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. Yet we always need to remember that we are creatures standing before our Creator. അതായത് നമ്മുടെ സൃഷ്ടാവിന്റെ മുമ്പിൽ നിൽക്കുന്ന സൃഷ്ടികളാണ് നാം എന്ന കാര്യം എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. Our finite minds can never fully grasp His infiniteness, and a human language can, at best, but incompletely describe His greatness. നമ്മുടെ പരിമിതിയുള്ള മനസ്സിന് അവന്റെ അനന്തത ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. Nowhere is the more evident than in the doctrine of the Trinity. അതായത് മനുഷ്യന്റെ ഭാഷ അത് മികച്ചതായാലും ദൈവമഹത്വം അപൂർണമായി വിവരിക്കുവാൻ മാത്രമേ അതിനെ സാധിക്കുകയുള്ളൂ. Nowhere is there more evident than in the doctrine of the Trinity. ഈ വസ്തുത തത്വത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തമായി മറ്റൊരിടത്തും കാണുന്നില്ല. The Bible never attempts to explain the Trinity, but the fact of the Trinity is clearly stated. ബൈബിൾ തൃത്വത്തെ വിശദീകരിക്കുവാൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല, എന്നാൽ തൃത്വമെന്ന വസ്തുത വ്യക്തമായി ബൈബിളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. In the Old Testament, there is the suggestion of the plurality of person within the Godhead in the word Elohim, one of the words used for God. പഴയ നിയമത്തിൽ ദൈവത്തെ വിശേഷിപ്പിക്കുവാൻ ഉപയോഗിച്ചിട്ടുള്ള നാമങ്ങളിൽ ഒന്നായ ഏലോഹിം എന്ന പദം ഒന്നിൽ കൂടുതൽ പേരടങ്ങിയ ദൈവപ്രഭാവത്തെ സൂചിപ്പിക്കുന്നു. Elohim is a plural word, yet it is used with a singular verb. ഏലോഹിം എന്ന വാക്ക് ബഹുവചനമാണ്, എന്നാൽ ഈ നാമത്തോടെ ക്രിയയുടെ ഏകവചനം ചേർത്ത് ഉപയോഗിക്കുന്നു. In the New Testament, the first actual statement of the Trinity is in the Lord's Great Commission, Matthew chapter 28, verse 19. പുതിയ നിയമത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുന്ന വലിയ ദൗത്യത്തിലാണ് തൃത്വത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രത്യക്ഷമായ സൂചന കാണുന്നത്. അത് മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 28 വാക്യം 19 കാണാം. Apart from this, the three persons are mentioned together many times as they are in Peter's introduction to his first letter. ഇവ കൂടാതെ ദൈവത്തിന്റെ മൂന്നാളത്വങ്ങളെ പത്രോസിന്റെ 1-ാം ലേഖനത്തിന്റെ ആരംഭത്തിൽ കാണുന്നത് പോലെ ഒരുമിച്ച് പലതവണ പ്രസ്താവിച്ചിട്ടുണ്ട്. In verse 2, not only are the three persons clearly mentioned, Father, Son, and Holy Spirit, but Peter also sets down the distinctive function of each one. 2-ാം വാക്യത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ആളത്വങ്ങളെ പത്രോസ് അപ്പോസ്തലൻ വ്യക്തമായി പരാമർശിക്കുക മാത്രമല്ല, ഓരോ ആളത്വത്തിന്റെയും പ്രത്യേകമായ കർത്തവ്യം എന്തെന്ന് രേഖപ്പെടുത്തുകയും കൂടി ചെയ്യുന്നു. We are chosen and destined by God Father. പിതാവായ ദൈവം തന്റെ മുൻനിശ്ചയപ്രകാരം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. As the one who predetermines our ways, the action of the Father is
the basis of all else. നമ്മുടെ വഴികൾ മുൻകൂട്ടി നിശ്ചയിക്കുന്നു എന്ന നിലയിൽ പിതാവിന്റെ പ്രവൃത്തി മറ്റെല്ലാത്തിനും അടിസ്ഥാനമാകുന്നു. The Son unites us with the Father through the work of the cross. പുത്രൻ നമ്മെ പിതാവുമായി ബന്ധിപ്പിക്കുന്നത് തന്റെ ക്രൂശിലെ യാഗത്തിലൂടെയാണ്. The Holy Spirit enlightens and sanctifies. പരിശുദ്ധാത്മാവ് നമ്മെ ആത്മീയമായി പ്രകാശിപ്പിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. These three functions must not be taken to mean that there are three gods. ഈ മൂന്ന് കർത്തവ്യങ്ങളെ മൂന്ന് ദൈവങ്ങൾ ഉണ്ട് എന്നർത്ഥമാക്കുവാൻ ഒരിക്കലും പരിഗണിക്കരുത്. Both Old and New Testaments are equally emphatic that God is one. പഴയ നിയമവും പുതിയ നിയമവും ദൈവം ഏകനാണെന്ന് ഒരേ രീതിയിൽ ഉറപ്പിച്ച് പറയുന്നു. Yet within unity of the Godhead are three persons of full deity, all equal, and each with his complementary function. ഈ ദൈവിക ഏകത്വത്തിൽ സകലത്തിലും തുല്യതയും പൂർണ്ണ ദൈവികത്വവും പരസ്പര പൂരകങ്ങളായ കർത്തവ്യങ്ങളോടെ കൂടിയ മൂന്ന് ആളത്വങ്ങളാണ്. The Son, the Spirit, nevertheless are subordinated to the Father. നമ്മുടെ ഭാഷയുടെ പരിമിതികൾ പുത്രൻ എന്ന വാക്കിന്റെ ഉപയോഗത്തിൽ തന്നെ വ്യക്തമാണ്. നമ്മുടെ കർത്താവിന് ഒരു തുടക്കമുണ്ടായിരുന്നു എന്നത് അർത്ഥമാക്കുന്നില്ല. The limitations of our language is obvious in the use of word son. നമ്മുടെ കർത്താവിന് തുടക്കമുണ്ടായിരുന്നു എന്നത് അർത്ഥമാക്കുന്നത് അങ്ങനെയല്ല. എന്നാൽ അവന് പിതാവുമായി പുത്രൻ എന്ന നിലയിൽ വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട്. That does not mean that our Lord has beginning, but he enjoys personal relationship of this with the Father. എന്നാൽ അവന് പിതാവുമായി പുത്രൻ എന്ന നിലയിൽ വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട്. The Trinity may remain a mystery to us, but we can thank God for who he is, for the work of Father, Son and Holy Spirit, and pray that we may go on to experience his working in an ever fuller measure. ദൈവിക തൃത്വം നമുക്കൊരു നിഗൂഢതയായി അവശേഷിക്കാം. എന്നാൽ ദൈവം ആരായിരിക്കുന്നുവോ അവന് വേണ്ടിയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കർത്തവ്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് നന്ദി പറയാം. അതുപോലെ അവന്റെ പ്രവൃത്തി നിരന്തരം പൂർണ്ണമായി അനുഭവവേദ്യമാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father who loves us dearly, ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, thank you for the beautiful message we are received today. ഇന്ന് ഞങ്ങൾക്ക് ലഭ്യമായ ഈ മനോഹര സന്ദേശത്തിനായി നന്ദി പറയുന്നു. Help us to live a life that conforms this message we have heard. ഞങ്ങൾക്ക് ലഭ്യമായ ഈ സന്ദേശമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. Bless all who hears this. ഈ സന്ദേശത്തെ കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം. In the name of Jesus himself, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. God bless you all. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank you for participation in this program. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി. Thank you. God bless you. നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.